ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദേശത്തോടും കടന്നു വന്നവരോടും നമ്മളോടും രാത്രികാലമെല്ലാം പ്രിയപ്പെട്ട പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ വേവിച്ച മുൻപോട്ട് കടന്നു വന്ന ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ വരെയുള്ള സമയം ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആമീൻ ഹല്ലേലൂയ തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിലും മറവിലും നിന്നുകൊണ്ട് രാത്രികാലം ഘോഷിപ്പാൻ കർത്താവിനെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ ആമീൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിക്കേണ്ടതിന് ഒരുമിച്ച് സ്തോത്രം ചെയ്താണ് പ്രാർത്ഥിച്ചാണ്. കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആമീൻ പിതാവാണ് ഹല്ലേലൂയ സ്വർഗം ബലപ്പെടുത്തിയ മതിയാവൂ, സ്വർഗം ശക്തീകരിച്ച മതിയാവൂ. ആമീൻ ദേശത്തിന്റെ പലയിടങ്ങളിൽ കർത്താവിനെ ശക്തിയോടെ ഉയർത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ബലപ്പെടുത്തേണ്ടതിന് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. ഞാനാണ് പ്രസംഗിക്കുന്നത്, ഞാനാണ് ദൈവവചനം പറയുന്നത് എന്നുള്ളതായിരിക്കുന്ന ആമീൻ ഹല്ലേലൂയ വേദിച്ചവൻ ഞാനാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ പകരുന്നത് പോലെ അതിന്റെ അപ്പുറമായ നിലവാരങ്ങളിൽ ദൈവശക്തി എന്റെ മേൽ പകരണമേ എന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേവിച്ച് മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ളതായിരിക്കുന്ന സമയം കൊടുത്ത സമയം അവയെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്നതായിരുന്നു. ഈ ശനിയാഴ്ചയുടെ സന്ധ്യാവേളയിൽ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ഇങ്ങോട്ടുള്ള പ്രദേശത്ത് ദേശത്തിന് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും മുറവിളിപ്പാൻ തക്കോളം ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദേശത്ത് ജീവനുള്ള മുൻകീടങ്ങളായി ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ വിടവുകളായി നിർത്തിയ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവയാം ദൈവം തന്റെ മകന് കൊടുത്തതായ കാഴ്ചപ്പാടും അവിടുത്തെ ദർശനവും അനുസരിച്ച് ദേശത്തിന്റെ പല ഭാഗങ്ങളായി ഇങ്ങനെ ഐക്യകൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്നു. ഇനിയും യഹോവയുടെ കരം തന്റെ മാനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് അനേക സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പാൻ തക്കോണം ഇടയാകുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അവിടൊക്കെ ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന മർമ്മങ്ങളെ ദേശത്തോട് വിളിച്ചു പറയാനും ദേശത്തിന് വേണ്ടി ഇടവേൽ നിൽക്കാനും ഒക്കെയും ദൈവം അവിടുന്ന് ഇടയാക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ്. നാം നമ്മെ പോലെ തന്നെ നമ്മുടെ ശരീരത്തെ പോലെ തന്നെ നമ്മോടുകൂടെ ആയിരിക്കുന്ന തന്റെ ദാസന്റെയും ഭവനത്തെയും തന്നെ കൂടി വരുന്ന ഓരോരുത്തരെയും വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന വേളയിലൊക്കെ ആയിരിക്കുന്നു എങ്കിൽ വലിയ പ്രവൃത്തികൾ അതിൽ കൂടെ നടക്കുവാൻ തക്കണം ഇടയാകുന്നുണ്ട്. പ്രാർത്ഥന എന്ന ചങ്ങല നിരന്തരമായി നാം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയാം ദൈവത്തോട് നാം സംസാരിക്കുകയാണ്. അനേക ഭക്തന്മാർ ദൈവസന്നിധിയിലായതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവുമായി നടക്കുകയാണ്. നടന്നുകൊണ്ട് ഒരു പിതാവിനെന്നോ പോലെ നമ്മുടെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് അതിൻ്റെ മറുപടിയും ലഭിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന നീക്കമൊക്കോളം കൊടുത്തുകൊണ്ട് ദൈവം കരം പിടിച്ച് മുന്നോട്ട് വഴി നടത്തുകയാണ്. അത് ഒരിക്കലും വീണു പോകത്തില്ല, താഴ്ന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല. കാരണം നാൾക്ക് നാൾ ബലം പ്രാപിച്ച് സന്തോഷത്തോടെ ആ പിതാവാം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും. നമുക്കിത് അല്പനേരത്തെ ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയവുമാകുന്നു. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാദേവമേ പരിശുദ്ധ കർത്താവേ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹമാകുന്ന പിതാവെ തിരുവെഴുത്ത് വായിപ്പാൻ ദൈവോട് ഇടയാക്കിയല്ലോ. പൗലോസ് പിതാവ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുണ്ട് പിതാവേ. എന്നാൽ ആ വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് പറയുവാൻ അടിയനെ ബലപ്പെടുത്തണം. ഈ ദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ദേശത്താണെങ്കിൽ ഞങ്ങളുടെ ജനത്തിന്റെ ഹൃദയാന്തർഭാഗത്തെ തുറക്കുമാറാകണമേ. കൂടി വന്നിരിക്കുന്ന അതിന്റെ ജനത്തെ ഒന്നിനെയും എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. കാവൽ ചെയ്യണം, സൂക്ഷിക്കണം, പരിപാലിക്കണം, മാനും മഹത്വം കൊടുക്കണം. ആമേൻ. ഈ കൂട്ടായ്മയുടെ അനുഗ്രഹമായി നടത്തിക്കൊണ്ടുവരുന്നതായ നമ്മുടെ ജോസഫ് ചാനും ഭവനവും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും കടലാള പ്രദേശത്ത് നിന്ന് വന്നിരിക്കുന്നതായ പിതാവിനും എൻ്റെയും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു.
അതിൻ്റെ ഏടുകളിലേക്ക് നമുക്ക് കടന്നു പോകാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളോട് നിശ്ചയമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. നാം ഇന്ന് വിശ്വാസത്തിൽ കൂടെയാണ് പിതാവാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. ഒരു വിശ്വാസം, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു, എനിക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു എന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തോടെയാണ് നാം ആ പിതാവിൻ്റെ പാദപീഠത്തിൽ കടന്നു ചെല്ലുന്ന അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നോക്കുമ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാം നല്ല ധനവാനും വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളുമുള്ള ആ അബ്രഹാം പിതാവിന് ഒരിക്കലും ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം ധനവും മാനവും എല്ലാം ഉണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. തൻ്റെ ധനത്തെയോ ഒന്നിനെയോ താൻ ആശ്രയിക്കാതോണം തൻ്റെ ഭാര്യയും തൻ്റെ കൂടെ ഉള്ളവരുമായി യാത്ര തിരിപ്പാൻ ഇടയായി. വിശ്വാസമാണ്. ഏത് ദേശമെന്ന് അറിയത്തില്ല, എവിടാണ് എന്ന് പോലും അറിയില്ല. കാണിപ്പാനിരിക്കുന്ന ദേശം മാത്രമേ അറിയാവൂ. അത് പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നോട് ഇടപെട്ട് സംസാരിച്ചതാണ്. ആ പഴയകാല കാലഘട്ടങ്ങൾ ദൈവം നേരിട്ട് തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുകയാണ്. ആ ഒരു ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ആ ശബ്ദത്തിന്റെ പുറത്താണ് അബ്രഹാം ഇറങ്ങി തിരിച്ചത്. തന്റെ ജീവിതയാത്രയിൽ അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും അതിലൊന്നിനും താൻ നിൽക്കാതെ വണ്ണം ധരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യഹോവയാം ദൈവം സഹായിക്കും. തന്നെ എത്തിക്കേണ്ടതായ ദേശത്ത് ദൈവം കൊണ്ടുവന്ന് എത്തിക്കുവാൻ തക്കുന്ന ഇടയായി. എന്നാൽ നോകയുടെ ജീവിതചരിത്രത്തിൽ നോക വിശ്വസ്തനും നീതിമാനുമായിരുന്നു ദൈവസന്നിധിയിൽ. അവൻ ഒരിക്കലും മഴ പെയ്ത് കണ്ടിട്ടില്ല. ആ ദേശത്ത് മഴ പെയ്യും എന്ന് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. നീ ഒരു പെട്ടകം ഉണ്ടാകുക. വിശ്വാസത്തിലാണ് താനും തൻ്റെ മക്കളുമായി പെട്ടകം ഉണ്ടാക്കുവാൻ ഇടയായത്. ഉണ്ടാക്കി യഹോവയാം ദൈവം അതിനകത്ത് പ്രവേശിക്കേണ്ടവരെ ഒക്കെയും പ്രവേശിപ്പിച്ചു. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന സമയം തന്നെ നോഹ പ്രസംഗിക്കുക, ലോകം വെള്ളത്താൽ മൂടപ്പെടാൻ പോവുകയാണ്, നശിക്കാൻ പോവുകയാണ്, എല്ലാവരും വന്ന് പെട്ടകത്തിൽ കയറുക. യഹോവ ദൈവം നോഹയോട് അരുളപ്പാട് കൊടുത്ത് അപ്രകാരം താൻ പ്രസംഗിപ്പാൻ. കേട്ടവരെല്ലാം പറയുന്നത് മഴ ആരും കണ്ടിട്ടില്ല, ഇവൻ പൊട്ടത്തരം പറയാം, പ്രാന്തന എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ അവിടെ വിശ്വാസം കടന്നു അത് മുറിഞ്ഞു പോകാതെ വേണം ലോക പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ പെട്ടകത്തിനകത്ത് ഉൾക്കൊള്ളേണ്ടതായ എല്ലാ മൃഗജാതികളും നോകയും നോകയുടെ കുടുംബമല്ലാതെ മറ്റാരും ആ പെട്ടകത്തിൽ കയറുന്നില്ല. എന്നാൽ പെട്ടകത്തിന്റെ വാതിലും നോകയല്ല അടുത്തത് ഈ ദൈവമാണ്. അവിടെ മഴ പെയ്ത് 40 രാവും 40 പകലും മഴ പെയ്തിട്ടും നോക കാണുവാനിടയായി. ആ പെട്ടകം ഉയർന്നു പൊങ്ങി വെള്ളത്തിന്റെ മേടിൽ ചരിച്ചുകൊണ്ടിരുന്നു. മഴ 40 ദിവസം കഴിഞ്ഞപ്പോൾ നിന്നു. അത് പറ്റാൻ തുടങ്ങിയപ്പോൾ ആരാടത്ത് പർവ്വതത്തിൽ ചെന്ന് ഉറച്ചു പെട്ടകം. അവിടെയും കിളിവാതിലുകൾ തുറന്നു നോക്കുമ്പോൾ താൻ ജലമല്ലാതെ മറ്റൊന്നും ആ മഴയുടെ ഒരു അന്തരീക്ഷവും കാണുവാനിടയായില്ല. ഒരു വിശ്വാസം. നമ്മുടെ പിതാക്കന്മാരും അങ്ങനെയല്ലോ, വിശ്വാസത്തിലാണല്ലോ അവർക്ക് സാക്ഷ്യം ലഭിച്ചത്. യേശുവിനോട് കൂടെ നടന്നവർ കടന്നുപോയ വഴികളിലും താൻ കൽപ്പിച്ചതായ യേശു കൊടുത്ത അധികാരത്തോടെ കൽപ്പിച്ചതായ വിഷയത്തിന്മേൽ വിടുതൽ കൊടുക്കുമ്പോഴും ഒരു വിശ്വാസമാണ്. നാമും നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. നാം ഏത് വിഷയത്തിന്മേൽ ദൈവസന്നിധിയിൽ അത് കണ്ണീരോടെ അടുത്ത് ചെല്ലുന്നു, ആ വിഷയം ദൈവം അതിന് മറുപടി നമുക്ക് തരുന്നു. നമ്മുടെ വിശ്വാസമാണ് നോക്കുന്നത്. ഇവിടെ പക്ഷപാതക്കാരനെ എടുത്തോണ്ട് പോയ ആ പക്ഷപാതക്കാരൻ്റെ വിശ്വാസം കണ്ടല്ല, കൊണ്ടു ചെന്നവർക്കുള്ള വിശ്വാസത്തിനാണ് അവിടെ ഊന്നൽ കൊടുത്തത്. കൊണ്ടു ചെല്ലുന്നവർക്കുള്ള വിശ്വാസം കണ്ടുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കും. എന്നതുപോലെ നമ്മുടെ വിശ്വാസം എപ്പോഴും ഉറച്ചതും ദൃഢമുള്ളതുമായിരിക്കാൻ
ഈ വചനത്തിൽ കൂടെ ഓർമ്മപ്പെടുക. എന്നാലല്ലോ നമ്മുടെ പിതാക്കന്മാർ സാക്ഷ്യം ലഭിക്കാൻ, പൂർവ്വ പിതാക്കന്മാർ സാക്ഷ്യം ലഭിക്കാൻ ഇടയായി. ഇന്നും അബ്രഹാമിൻ്റെയും നോഹയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ അത് തലമുറയോട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ആ സാക്ഷ്യം. അനേക ഭക്തന്മാരുടെ, പ്രവാചകന്മാരുടെ, എന്തുകൊണ്ടായി ഈ തിരുവഴുത്തിൽ പറയുന്ന അനേക വ്യക്തികളുടെ അതെ അവരുടെ പ്രവർത്തനങ്ങളും ദൈവം അവരോട് കൂടെ നടന്നതുമായ എല്ലാ പ്രവൃത്തികളും പൂർവ്വപിതാക്കന്മാര് അത് അങ്ങനെ നടന്നുവെങ്കിൽ അത് നമുക്കും നടക്കുവാൻ വേണ്ടി ദൈവം ഒരു സാക്ഷ്യമായി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യം നമ്മുടെ മക്കളും അത് അനുഭവിക്കണം. നാം കൊണ്ട് അവിടെ മുറിഞ്ഞു പോവുകയല്ല, അത് തലമുറയ്ക്ക് കൈമാറി പോവുകയാണ്. ഇത് നമ്മുടെ ഇടയിൽ കുറച്ച് നാളെയാണ് ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നുപോയത് റെനാർഡ് ബോങ്ക, ജർമ്മനിക്കാരൻ. അദ്ദേഹത്തിന് 11-ാമത്തെ വയസ്സിൽ തന്നെ അഭിഷേകം പ്രാപിച്ചു. പിഞ്ചു പ്രായത്തിലെ അമ്മയോട് കൂടി ഉപവാസ കാര്യങ്ങളിലെല്ലാം പോയി. അങ്ങനെ 11-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. വിവാഹം കഴിച്ചതിന് ശേഷം കടന്നു പോയപ്പോൾ ഒരു ടീമാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ടീമുകാരെല്ലാം കൈവിട്ടു. കാരണം അവർക്കുള്ള ഉദ്ദേശപ്രകാരമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇദ്ദേഹം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രവൃത്തി വന്നപ്പോൾ അവർ ഉപേക്ഷിക്കപ്പെട്ടു. ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ദൈവവേല ചെയ്യുന്നവർ ആ കഷ്ടതയിൽ കൂടെ ദൈവം കൊണ്ടുപോയി പഠിപ്പിച്ചു. തനിക്കൊരു രോഗം വന്നു, മരണത്തോട് അത് അടുത്തതായ സമയം താൻ കിടന്ന ആ കിടപ്പിൽ തൻ്റെ മാതൃസകാരമായ ജർമ്മനിയിൽ ആ സഭയിലെ ഒരു സഹോദരിക്ക് ദൈവം വെളിപ്പാട് കൊടുത്തു. അവർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാനിടയായി. അവിടെ മുഴങ്കാൽ മടക്കി ഇവിടെ ആഫ്രിക്കയിലായിരിക്കും തൻ്റെ മച്ചനെ വിടുതൽ ആരംഭിച്ചു. വീണ്ടും എഴുന്നേറ്റ് ദൈവവേല ചെയ്യുവാനിടയായി. വിശ്വാസത്തിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രവൃത്തി പോയത്. ആരുടെ ഉത്തേജനത്തിൽ കൂടെയല്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളായ പുസ്തകങ്ങൾ നമ്മൾ ആദ്യത്തെ 1-ാമത്തെ സാക്ഷി പുസ്തകം ഇവിടെ നമ്മുടെ കൊച്ചിയിൽ വരുന്ന ആ സമയങ്ങളിലുള്ള പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണീരും അത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടല. കാരണം അദ്ദേഹം ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഓരോ ദിവസത്തെ പ്രസംഗ ശുശ്രൂഷകൾ കഴിയുമ്പോൾ തൻ്റെ റൂമിലോട്ട് കയറുക, വാതിലുകളായി അടയ്ക്കുക. യഹോവയാം ദൈവവുമായിട്ട് ആ റൂമിൽ സഞ്ചരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. തനിക്ക് വേണ്ടുന്നതായ കൃപകൾ പിന്നെയും പകർന്ന് മേടിച്ചുകൊണ്ടിരുന്ന അടുത്ത ദിവസത്തിന് വേണ്ടി അല്ല അടുത്ത നിമിഷത്തിന് വേണ്ടി അവൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിശ്വാസമാണ്. ഞാൻ എൻ്റെ പിതാവിനോട് അടുത്ത് ചെല്ലുമെന്ന് ചോദിച്ചാൽ എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നാം ദേശത്തിന് വേണ്ടി നാം കണ്ണീരൊഴിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ അനേക മന്നന്മാർ, ദേശാന്തര ശക്തികളുണ്ട്. അതിൽ തകർക്കുവാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഏത് പ്രാർത്ഥനയും തകർക്കും എന്നുള്ളതായ വെല്ലുവിളിയോടെ നിൽക്കുന്നതാണ്. ആ ശക്തികളെ ഉടയ്ക്കുവാൻ, അതിനെ തരിപ്പണമാക്കുവാൻ നമുക്ക് കഴിയത്തില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാധിക്കും. അത് യഹോവയാം ദൈവം അതിനെ തകർത്ത് സുഖകരമായി ദേശത്തിൽ നിന്ന് ആളുകളെ അത് വിടിവിപ്പാൻ തക്കവണ്ണം ഒരു കൂട്ടം ജനം ദൈവസന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ബലപ്പെടണം. നാം എന്നും അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റിരുന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജന്മദേശമാണല്ലോ ഈ ദേശം. ഇങ്ങനെ എനിക്ക് തന്നെ അറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ താഴെ വയലിൽ കൂടെ ഇച്ചിരി പോറ്റയ്ക്കായി പോയ സമയത്ത് കുറേ കൊച്ചു പിള്ളേർ, കാരണം ഒരു 10 വയസ്സ് ഒക്കെ ആയിട്ടുള്ളൂ, അതിന് താഴെയുള്ള പിള്ളേരാണ്. ഞാൻ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ 2 കൊച്ചു പിള്ളേരിരുന്ന് മുഖവലിക്കും. കൊച്ചു പ്രായത്തിൽ അവർ വളർന്നു വരുമ്പോൾ എത്ര മാത്രമാകുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കും. അവരെ പിന്നെ പോകുന്നത് ഈ പുകവലി കൂടെ മാത്രമല്ല, അവർ മയക്കുമരുന്നിൻ്റെ അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്രായത്തിലെ അങ്ങനെ ആകുമ്പോൾ നാം അവരെ ഉത്സാഹപ്പെടുത്തുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തലമുറകൾ നശിച്ചു പോകാതെ വേണം, നഷ്ടപ്പെട്ടു പോകാതെ വേണം. ദൈവസന്നിധിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടുവന്ന് അവർ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ നമ്മൾ അല്ലാതെ നമുക്കൊന്നും ലഭിക്കാനല്ലല്ലോ നമ്മൾ ഇതൊക്കെ അത് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ആദായപ്പെടുകയും അവനവൻ്റെതായ സ്വസ്ഥതയും സമാധാനമാണ്. ഒരു വലിയ സാക്ഷ്യം ഞാൻ പറയാം.
അല്പനേരം ഉള്ളൊരു പെട്ടെന്ന് പറഞ്ഞു ഇരിക്കാം. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഒരു 82-83 അടുത്തുള്ള ഒരു മന്ത്രവാദിയുടെ വീട്ടിൽ പോയി. എൻ്റെ ആവശ്യമായിട്ടല്ല, കൂട്ടുകാരൻ്റെ ആവശ്യമായിട്ടാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, അമ്മാവ എൻ്റെ ഒരു കാര്യം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂട്ടം കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന മുറവും ആശുവും കൂടെ എൻ്റെ മുമ്പിലാണ്. ഞാൻ നിൻ്റെ മുമ്പിലാണ് വരേണ്ടത്, എൻ്റെ മുമ്പിലല്ല നീ വരേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമൊഴികെ ഇവർ നിന്റെ ദൈവങ്ങളാണ്. ഒന്ന് ചിന്തിക്കുക, ദൈവമൊഴികെ ഇവർ നിന്റെ ദൈവങ്ങൾ. മായയായിരിക്കുന്ന അന്ധകാര ശക്തികൾ ദൈവത്തിന് അത്രയും ചെല്ലത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ദൈവമൊഴികെയാണ്. അതെൻ്റെ ഹൃദയത്തിൽ വളരെ സ്ഥാനം പിടിച്ചു. ഞാൻ ചിന്തിപ്പാൻ തുടങ്ങി. അങ്ങനെ ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് അടുക്കുവാനിടയാണ്. അവിടെ തൊട്ടാണ് എൻ്റെ ദൈവവും ഞാനുള്ള വളരെ ആത്മാസമയത്തോടെ ഇന്ന് വന്നതിന് ഒരു കോട്ടും പട്ടാതെ വേണം ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞത്, അവർക്ക് വേണ്ടുന്ന ആഹാരവും പാനീയങ്ങളും അവരും പിന്തുടരും, നീ നിന്നാൽ മാത്രം മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ നിന്റെ ദൈവങ്ങളാണ്, പക്ഷെ ദൈവമല്ല. ഈ ദൈവത്തെ വണങ്ങണോ അതോ ദൈവങ്ങളെ വണങ്ങണോ എന്നുള്ളത് നാം ചിന്തിക്കുക. കുറെ നാളത്തേക്ക് നമ്മെ അവർ കൊണ്ടുപോകും. നമ്മുടെ അധ്വാന ഫലങ്ങൾ മൊത്തം അവർ തിന്ന് പിടിക്കും. നമുക്കൊരു സ്വസ്ഥതയോ സമാധാനവും ഇല്ല. നാം പകൽ പോയി അധ്വാനിച്ച് രാത്രി വൈകിട്ട് കിട്ടുന്ന കൂലി കൊണ്ട് ഇതിനെ പ്രസാദിപ്പാൻ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ കാണാൻ വേണ്ടി ഓടിപ്പോകും. എന്നാൽ നമ്മുടെ അധ്വാനം മൊത്തം ഇവർ തിന്നത്തേ ഉള്ളൂ. നമുക്കൊരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. സ്വസ്ഥതയും സമാധാനം വേണമെങ്കിൽ കടന്നു പോയ യേശുവിൻ്റെ മുന്നിലേക്ക്. യേശു നിങ്ങളെ വിടിവിച്ചു. നിങ്ങൾ അവിടെ പണമോ ധനമോ ആഹാരമോ ഒന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഹൃദയം മാത്രം ദൈവസന്നിധിയിൽ കൊടുത്താൽ മതി. ഹൃദയം ആര് കൊടുക്കുന്നോ അവർക്ക് വേണ്ടി ദൈവം ചതിക്കുന്നതാണ്. അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ അതി സന്തോഷവും സമാധാനമുണ്ട് ഇന്ന് എനിക്ക്. ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ചെല്ലണമെങ്കിൽ ചെന്ന് അവൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് സമർപ്പിക്കാം. നേരം തന്നെ സമയം തന്ന ദേശക്കാരും കുടുംബത്തിന് തന്നെ നന്ദി ഒരുക്കുന്നത്. പിന്നെ ഈ തിരുവത്തിൽ പറയുന്ന പ്രകാരം നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. എല്ലാറ്റിനും യഹോവ നമുക്ക് ഉത്തരം തരുന്നതാകട്ടെ. ആമേൻ. രാത്രികാലം നമ്മളെ കേൾപ്പിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. Praise the Lord. Hallelujah. ഒരു സ്തോത്രം ചെയ്താട്ടെ. Hallelujah, hallelujah. നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. Hallelujah, 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 hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord, hallelujah. Praise the Lord, hallelujah. Praise the Lord, hallelujah. നന്ദിയോട് സ്തോത്രം സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ആമേൻ. പ്രിയവിച്ചാണ് ഓർക്ക് സ്തോത്രം ചെയ്താട്ടെ. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. ഇതിലും അധികമായ നിലവാരങ്ങളിൽ ഹല്ലേലൂയ, ശ്രേഷ്ഠമായ നിലവാരങ്ങളിൽ ആമേൻ ദൈവകൃപയോടെ നിന്ന് അഭിഷേകത്തോടെ നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൂതുകളെ കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ പത്രോസ് സംസാരിച്ചതുപോലെ ആമേൻ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വന്നപ്പോൾ അവൻ ഹല്ലേലൂയ ചാടി എഴുന്നേറ്റ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് സംസാരിച്ചതുപോലെ ഇത് രാത്രികാലം ആത്മാവിന് സംസാരിപ്പാൻ ദൈവം തന്നെ വരും കാലങ്ങളിൽ വരും ദിനങ്ങളിൽ ബലപ്പെടുത്തേണ്ടത് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.
നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. രണ്ട് വാക്യം കൂടെ നമുക്ക് ഒരുമിച്ച് വായിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അല്പസമയം കൂടെ ദൈവവചനം ചിന്തിച്ച് ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആമേൻ കടന്നു പോകുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനാധാരമായി ഇന്ന് രാത്രികാലം ആമേൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ ഹല്ലേലൂയ 15-ാം അധ്യായം വായിച്ചാട്ടെ. 15-ാം അധ്യായം 1-ാം വാക്യം. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. Praise the Lord. Hallelujah. അവിടെ വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയാണ്. ആമേൻ. ചുങ്കക്കാരും പാപികളും ആമേൻ ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരും അവന്റെ വചനം കേൾക്കാൻ അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എല്ലാ വിഭാഗപ്പെട്ട ജനവും ആമേൻ അല്ലെങ്കിൽ ആളുകളും യേശുവിന്റെ അടുക്കൽ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ചുങ്കക്കാരുണ്ട്, പാപികളായിട്ടുള്ള മനുഷ്യനുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ പരീശന്മാരുണ്ട്. ആമേൻ ഹല്ലേലൂയ. വിദ്യാസമ്പന്നന്മാരായിരിക്കുന്നവരുണ്ട്, ജ്ഞാനികളായിരിക്കുന്നവരുണ്ട്. അങ്ങനെ വലിയ ഒരു കൂട്ടം സമൂഹം യേശുവിന്റെ അടുക്കൽ വന്നു നിൽക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആമേൻ ദൈവിക വചനങ്ങളെ കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. Praise the Lord. Hallelujah. വായിച്ചാൽ ഇവർ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത് ഇവൻ ഹല്ലേലൂയ പാപികളോടും ചുങ്കക്കാരോടും ഹല്ലേലൂയ ചേർന്ന് നിൽക്കുകയും ആമേൻ അവരോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഒരു കൂട്ടം ജനം ആമേൻ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ കുറ്റം പറയുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. പാപികളോടും ചുങ്കക്കാരോടും ചേർന്നവൻ ആമേൻ ഭക്ഷണം കഴിക്കുകയും പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുന്നു എന്ന് ആമേൻ പരീശന്മാർ അല്ലെങ്കിൽ അവരിൽ നിന്നും ഉയർന്നതായ നിലവാരങ്ങളിലുള്ള ഒരു കൂട്ടം ജനം ആമേൻ വിധിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവരറിയുന്നില്ല ഈ നിൽക്കുന്ന മനുഷ്യൻ ആരാണ്. അവരറിയുന്നില്ല ഇവൻ എവിടെ നിന്നും വന്നവനാണ് ആമേൻ എന്ന് ഈ കുറ്റം പറയുന്ന മനുഷ്യർ അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ പരീശന്മാർ ആമേൻ ഹല്ലേലൂയ അറിയുന്നില്ല ഇവൻ ആരാണെന്ന്. അവർക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഹൃദയം ആമേൻ ഇവനെ കുറിച്ച് ആമേൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവൻ ആമേൻ ഹല്ലേലൂയ ഈ താണവർഗക്കാരായിട്ട് അല്ലെങ്കിൽ മ്ലേച്ഛതയിൽ ജീവിക്കുന്ന പാപികളായിട്ടുള്ള ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മ്ലേച്ഛതകളും പ്രവർത്തിച്ച് അവൻ വഷളായി നടക്കുന്ന ഒരു മനുഷ്യൻ പോലും അവൻ അതിനെ അടുപ്പിക്കുവാൻ കൊള്ളാത്ത ഇവനോട് കൂടെ ഇവൻ ഭക്ഷണം കഴിക്കുന്നു, ഇവൻ പാനീയം കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ കണ്ടിട്ടില്ല, എന്റെ പിതാക്കന്മാർ മാതാവ് ആമേൻ ഹല്ലേലൂയ പൂർവിക ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ആമേൻ പണ്ട് ആമേൻ ഹല്ലേലൂയ സവർണരായിരിക്കുന്ന ആളുകൾ വരുമ്പോൾ താണ ജാതിക്കാർ ആമേൻ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ആമേൻ ഏകദേശം ഒരു 10 മീറ്ററോളം മാറി ആമേൻ വഴിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ പോയതിന് ശേഷം മാത്രമേ ഈ താണവർഗക്കാരൻ ആമേൻ ആ വഴിയെ സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ആമേൻ താണവർഗക്കാരായിരിക്കുന്ന പാപികളായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഇങ്ങേ അറ്റത്തിന്റെ കുലത്തിലുള്ളവർ ആമേൻ ഭക്ഷണം കഴിക്കുന്നത് ആമേൻ ഹല്ലേലൂയ സവർണറുകളുടെ വീടുകളിലൊക്കെ ചെന്നാൽ അവർ മുറ്റത്ത് കുഴിയെടുത്തിട്ട് ചെറിയ കുഴി കുടിച്ചിട്ട് അതിനകത്തളങ്ങളിൽ ഇല വെച്ചിട്ട് അതിനകത്തളങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്തെന്ന് പറഞ്ഞാൽ അവനെ നമ്മളോട് ചേർന്ന് ഇരുത്താൻ കൊള്ളത്തില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായ കാര്യം.
Praise the Lord. Hallelujah. അവൻ നമ്മുടെ ഒപ്പം മേശയോട് ചുറ്റിലിരിക്കുന്നത് ആമേൻ ശരിയല്ല എന്നുള്ളതായിരിക്കുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യമായ കാര്യം. Praise the Lord. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ജന്മത്തെ അല്ലെങ്കിൽ ഈ തിരിച്ചുവെപ്പിനെ അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വലിയവനെന്നും ചെറിയവനെന്നും ഉള്ളതായിരിക്കുന്ന ആമേൻ വലിപ്പച്ചെറുപ്പത്തെ ഇടിച്ചു കളയേണ്ടതിന് ആമേൻ ഹല്ലേലൂയ അതിനെ നിരപ്പാക്കി മാറ്റേണ്ടതിന് ആമേൻ സമമായി എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ഒരേ രീതിയിൽ കാണേണ്ടതിന് സ്വർഗം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരറിയുന്നില്ല യേശു ആരാണെന്ന്. അഖിലാണ്ടത്തിന്റെ ഉടയവനും മനുഷ്യനെ സൃഷ്ടിച്ചവനും ഹല്ലേലൂയ അവൻ ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊടുക്കുന്നവനുമായ കർത്താവാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്നുള്ളതായിരിക്കുന്ന ബോധ്യമകത്താങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവൻ പറയുന്നു അവൻ പാപികളോടൊപ്പം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശാപത്തിൽ പിറന്നവനോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിധിക്കുവാനിടയായി തീർന്നു, കുറ്റം പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയും ദേശങ്ങളിൽ നമ്മുടെയും പട്ടണങ്ങളിൽ നമ്മുടെയും രാജ്യത്ത് അങ്ങനെയുള്ളതായിരിക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നിന്റെ ആമേൻ ഹല്ലേലൂയ സമ്പ്രദായങ്ങളെ ആമേൻ നിന്റെ കയ്യിലിരിക്കുന്ന ആമേൻ ന്യായപ്രമാണത്തിന്റെ ആമേൻ ഹല്ലേലൂയ അങ്ങനെ ആദർശങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാൻ, മനുഷ്യനെ മനുഷ്യനായി കരുതുവാൻ ആമേൻ സ്വർഗം തുറന്നില്ല. ആമേൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ആമേൻ ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കടന്നു വരുവാനിടയായി തീർന്നു. അവനോടൊപ്പം ഇരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് പറയുന്നത് ഇവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100. ഹല്ലേലൂയ. അടുത്ത വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ തള്ളിപ്പറയുന്നവനെ നോക്കിക്കൊണ്ട് ആമേൻ പാലം പിടിച്ചു മാറ്റി നിർത്തുന്നവനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ വിമർശിക്കുന്നവനെ നോക്കിക്കൊണ്ട് കുറ്റം പറയുന്നവനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ അടുത്ത മറുപടി അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് മനസ്സിലാകുവാൻ ഹല്ലേലൂയ അവർക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ആമേൻ യേശുവിൽ കൂടെ ആമേൻ സംസാരിക്കുകയാണ്. ഒരു ഉപമയിൽ കൂടെ സംസാരിക്കുകയാണ്. ആമേൻ. അവിടെ വായിക്കുന്നത് നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ ഓ ജീസസ് ഹല്ലേലൂയ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ആഴമായിരിക്കുന്ന ദൈവിക ദൂതാണ് ആമേൻ അതിൽ പിറുപിറുത്തവരുടെ മുൻപിൽ ഹല്ലേലൂയ വിമർശിച്ചവരുടെ മുൻപിലേക്ക് തമ്പുരാൻ നിരത്തി വെക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യേശു പറയുകയാണ് ഹല്ലേലൂയ 100 ആട് ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ഉപമ പറയുകയാണ്. ആമേൻ. അതിന്റെ അർത്ഥം ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഭവനത്തെ നോക്കിക്കൊണ്ട് നിന്റെ അതിലെ കുടുംബത്തിലുള്ള തലമുറയെ നോക്കിക്കൊണ്ട് തമ്പുരാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തും വരെ നീ അതിനെ അന്വേഷിച്ച് പോകത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അർത്ഥം ഇതാണ്, നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നീ വേർതിരിച്ച് മാറ്റി നിർത്തുന്നില്ലേ? അവൻ നീ ഹല്ലേലൂയ പിറുപിറുക്കുന്നില്ലേ? നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിലും ഒന്നിനെ നഷ്ടപ്പെട്ടു പോയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നൊരു പാപിയായി തീർന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നൊരു ശാപത്തിന് അകത്തളങ്ങളിൽ അകപ്പെട്ടു പോയാൽ
നീ അതിനെ തള്ളിക്കളയുമോ? നീ അതിനെ തള്ളിക്കളയുമോ? ആമേൻ. നീ അതിനെ ചേർത്ത് പിടിക്കത്തില്ലേ? നീ അതിനെ തള്ളിക്കളയുമോ എന്നുള്ള അർത്ഥത്തിലാണ് തമ്പുരാൻ ഒരു ഉപമ കൈമാറുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അധ്യായം പഠിക്കുമ്പോഴൊക്കെ ആമേൻ 3 ഉപമകളെ കുറിച്ചാണ് ആമേൻ പരീശന്മാരോട് തമ്പുരാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്നു ആമേൻ കാണാതെ പോയി. ആമേൻ, ആമേൻ. അങ്ങനെ എന്റേതായിരുന്നു, പക്ഷേ ആമേൻ അങ്ങനെ 10 ഉണ്ടായിരുന്നു, ഒന്നിനെ കാണാതെ പോയി. ആമേൻ. 10 ഒരെണ്ണത്തിനെ കാണാതെ പോയപ്പോൾ 9 എണ്ണത്തിനെ ഞാൻ ഭവനത്തിൽ നിർത്തിയിട്ട് കാണാതെ പോയതിനെ തിരക്കി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഒന്ന് നിനക്ക് അനുകൂലമല്ലാതെ സന്തോഷമില്ലാത്ത മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നീ അതിനെ തള്ളിക്കളയുമോ കുഞ്ഞേ? ആമേൻ. നീ അതിനെ ഹല്ലേലൂയ പടിയടച്ച് പിണ്ടം വെക്കുമോ കുഞ്ഞേ? ആമേൻ. നീ അതിനെ തേടി പോകത്തില്ലേ? നീ അതിനെ തിരഞ്ഞു പോകത്തില്ലേ? നീ അതിനെ കണ്ടു കിട്ടും വരെ അന്വേഷിച്ച് നടക്കത്തില്ലേ എന്ന് തമ്പുരാൻ മറുപടി പറയുകയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. സന്തോഷിച്ച് ചുമലിലെടുത്തു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതാണ്, പക്ഷേ കണ്ടു കിട്ടിയാൽ അതിനെ എന്ത് ചെയ്യും? ചുമലിലെടുക്കും. ഹല്ലേലൂയ. 99 കിട്ടാത്തതായിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം അതിന് നീ കൊടുക്കും. അതിനെ നീ എന്ത് ചെയ്യും? തോളിലെടുക്കും. ആമേൻ. വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും വീട്ടിൽ അതിനെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ അടുത്തത് പറയുന്നത് സ്നേഹിതന്മാരെ അയൽക്കാരെയും വിളിച്ചുകൂട്ടി. കാണാതെ പോയത്, നഷ്ടപ്പെട്ടു പോയത്, എന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയത് ആമേൻ തിരികെ കിട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത്, ഹല്ലേലൂയ തിരികെ ആമേൻ ദൈവപാദപീഠത്തിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് വിചാരിച്ചതിനെ മനസ്സിലായോ? കണ്ടു കിട്ടുമ്പോ നഷ്ടപ്പെട്ടു പോയവനുള്ളതായിരിക്കുന്ന ഒരു സന്തോഷം, അതാണ് കർത്താവിടെ ഉപമകളോട് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇത് എന്റെ കുഞ്ഞുങ്ങളാണ്, ഇതിനെ ഞാൻ സൃഷ്ടിച്ചതാണ്, പക്ഷേ എന്നിൽ നിന്ന് എന്ത് ചെയ്തു? അകന്നു പോകാനിടയായി തീർന്നു, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. ആമേൻ. തമ്പുരാൻ നഷ്ടപ്പെട്ടു പോയതിനെ തള്ളിക്കളയുന്ന ദൈവമല്ല, ആമേൻ നഷ്ടപ്പെട്ടതിനെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു പോയി ആമേൻ മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ് എന്റെ തമ്പുരാൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അവിടെ ആമേൻ ഹല്ലേലൂയ കണ്ടു കിട്ടുന്ന ഒരു മനുഷ്യന്റെ സന്തോഷത്തെ കുറിച്ച് പറയുകയാണ്. അതിനെ കണ്ടു കിട്ടി കഴിയുമ്പോൾ ആമേൻ ചുറ്റുവട്ടങ്ങളിലുള്ളവരെയും ആമേൻ ഹല്ലേലൂയ സ്നേഹിതന്മാരെയും വിളിച്ച് വലിയൊരു വിരുന്ന് ഒരുക്കി ആമേൻ വലിയൊരു സന്തോഷം പ്രകടിപ്പിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. അടുത്തത് നമ്മളോട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ദ്രഹ്മയെ കുറിച്ചാണ്. ഒരു സ്ത്രീക്കൊരു ദ്രഹ്മ കിട്ടി. അവൻ 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ ഒന്ന് ചെയ്തു നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിൽ കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനകത്തളങ്ങളിൽ അവൻ ഹല്ലേലൂയ വേർതിരിവ് കാണിക്കുന്നതിനെ കുറിച്ചാണ്. അവൻ ഹല്ലേലൂയ മനുഷ്യൻ എല്ലാം ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വന്തമാണ്. മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ അതിനെ വേർതിരിച്ച് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത് അവൻ ഉപമകളിൽ കൂടി സംസാരിക്കുകയാണ്. 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീ അതിന്റെ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. സൂക്ഷ്മതയോടെ
അതിനെ അന്വേഷിക്കാതിരിക്കുമോ? അതിനെ അന്വേഷിക്കാതിരിക്കുമോ? ഞാൻ സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. മ്ലേച്ഛതയിലേക്ക് ശത്രു കടത്തിക്കൊണ്ടുപോയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു കൂട്ടമുണ്ട്. ആമേൻ നിത്യതയുടെ അവകാശം നഷ്ടപ്പെട്ട ഒരു കൂട്ടമുണ്ട്. മദ്യപാനത്തിനും മയക്കുമരുന്നിലും ഹല്ലേലൂയ സാത്താന്റെ അടിമത്തിനും ഹല്ലേലൂയ അകപ്പെട്ടു പോയ ഒരു കൂട്ടമുണ്ട്. അതിനെ വീണ്ടെടുക്കുവാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവിടെ 10 ദ്രഹ്മ ഉള്ള ഒരു സ്ത്രീ അതിനൊന്നും നഷ്ടപ്പെട്ടു പോയാൽ അവൾ നല്ലൊരു നഷ്ടപ്പെട്ടു പോയതിനെ അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയും. അവളും പറയുന്നതാണ്, നഷ്ടപ്പെട്ടു പോയതാണ്, എനിക്കത് കണ്ടുകിട്ടി, അവൻ എന്നോട് കൂടെ ചെയ്യൂ സന്തോഷിക്കും. ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിനകത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഹല്ലേലൂയ. നല്ലൊരു വ്യക്തിയാണ്. ഈ മനുഷ്യൻ ആരാണെന്ന് അവൻ ഈ കുടുംബത്തിനകത്തളങ്ങളിൽ പാർക്കുന്നവർക്ക് അറിയത്തില്ല. അവൻ ഈ മനുഷ്യൻ ആരാണെന്ന് ഈ മനുഷ്യൻ അകത്തളങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ആമീൻ ഹല്ലേലൂയ ആമീൻ അവരുടേതായിരിക്കുന്ന സ്വീകരണ മുറിക്കകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ അങ്ങേയറ്റത്തൊരു മൂലയിൽ ആമീൻ ഒരു ഹല്ലേലൂയ കിറ്റാർ ആമീൻ ഹല്ലേലൂയ അത് ഹല്ലേലൂയ മാറാല പിടിച്ച് ആമീൻ ഹല്ലേലൂയ അഴുക്ക് പിടിച്ച് അതിനെ ഉപയോഗിക്കാതെ അവൻ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, തൂക്കിയിട്ടിരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ കണ്ണ് ആമീൻ ആ ഗിറ്റാറിലേക്കാണ്. ആമീൻ ഈ കുടുംബത്തിനകത്തളങ്ങളിലുള്ള മനുഷ്യരുമായി ആമീൻ അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്, സന്ധി സംഭാഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യന്റെ കണ്ണ് ആ ഗിറ്റാറിലേക്കാണ് അതിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ അവൻ കണ്ണിങ്ങനെ പതിക്കുന്നത് കണ്ടുകൊണ്ട് അവൻ സന്ധി സംസാരത്തിൽ ഇരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തേ അവൻ അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു, അത് എന്താണ് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്? അത് മാറാല പിടിച്ച് അത് അഴുക്ക് പിടിച്ച് ആകെ വൃത്തിയില്ലാത്ത രീതിയിൽ അവൻ ഇങ്ങനെ ഇരിക്കുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അതിൽ 1-2 കമ്പികൾ പൊട്ടിപ്പോയി, അതുകൊണ്ട് അത് കേടായി പോയി, അതിന് കൊള്ളത്തില്ല. ഇനി അതിനകത്തളങ്ങൾ എന്ത് ചെയ്യത്തില്ല, ശബ്ദം വരുത്തില്ല, മറ്റൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതായ സൗണ്ട് അതിനി തരാൻ കഴിയത്തില്ല, അതുകൊണ്ട് അത് നശിച്ചു പോയി, അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ അതിനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, അതിന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. എന്തിനാണ് അത് മാറാതെയൊക്കെ പിടിച്ചു കിടക്കുകയില്ല, എന്തിനാണ് എന്ന് ചോദിച്ചു. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ല അത് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ 1-2 ട്രിപ്പ് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി എടുത്തു തരാമെന്ന് പറഞ്ഞു. അവരെടുത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഈ മനുഷ്യൻ അതിനെ കണ്ടിട്ട് അവൻ തന്റെ കണ്ണ് നിറയുവാനിടയായി. താൻ അതിനെ ഒരു തുണി മേടിച്ച് കംപ്ലീറ്റ് തുകച്ച് അതിന്റെ മാറാലയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കി തുകച്ച് അത് ഭംഗിയാക്കി മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോൾ അതിന് 1-2 കമ്പികൾ പൊട്ടിക്കിടക്കുകയാണ്. ആ മനുഷ്യൻ ആ കമ്പികൾ യോജന ചെയ്തു, കൂട്ടിക്കെട്ടി നല്ല വൃത്തിയാക്കി മാറ്റി. അത് ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ നല്ല ശബ്ദം വരുന്നു. ഈ മനുഷ്യന്റെ അടുത്ത് ഇവര് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെ പണി അറിയാമോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞ കാര്യമുണ്ട്, കുഞ്ഞേ ഇത് ഉണ്ടാക്കിയവൻ ഞാനാണ്. ഇതിനെ നിർമ്മിച്ച് രൂപകൽപ്പന ഉണ്ടാക്കി അവൻ മറ്റുള്ളവർക്ക് കേൾക്കുവാൻ, സ്വാതന്ത്ര്യമായി കേൾക്കുവാൻ, അവന് സന്തോഷിക്കുവാൻ സൗണ്ടാക്കി അവൻ ഉണ്ടാക്കി വെച്ചവൻ ഞാനാണ്. അതാണ് ഞാൻ ഇതിനെ കണ്ടപ്പോൾ സ്തുതിച്ചു നോക്കിയിരുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇത് രാത്രികാലം പറയട്ടെ, ആരെല്ലാം കുറ്റം പറഞ്ഞാലും, ആരെല്ലാം അവൻ തള്ളിക്കളഞ്ഞാലും നിന്നെ സൃഷ്ടിച്ചവൻ അറിയാം. നിനക്ക് നിന്നെ സൃഷ്ടിച്ചവന് അവൻ നിന്നെ കൊണ്ട് അവൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്, അതുകൊണ്ടാണ് അവൻ നിന്നോട് കൂടെ ഭക്ഷണം കഴിക്കുവാനിരുന്നത്. നന്ദിയോട് സ്തോത്രം. അടുത്തത്
കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിക്കുവാൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദേവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് പറയുകയാണ്. മാനസാന്തരപ്പെടുന്ന ഒരു ജീവിതത്തെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ഞാൻ ഭൂമിയിൽ വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എന്റെ സ്വർഗം സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഭാവികളായിരിക്കുന്ന ദോഷികളായിരിക്കുന്ന മറ്റുള്ളവരുടെ കണ്ണിന് ദയതോടാതെ കിടക്കുന്ന ആർക്കും വേണ്ടാതെ കിടക്കുന്ന തള്ളിക്കളഞ്ഞവനെ മാനമാക്കി മാറ്റുവാൻ, അവനെ നല്ലവനാക്കി മാറ്റുവാൻ, അവനെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ, അവന് ഭവനത്തിനും പട്ടണത്തിനും ദേശത്തിനും കൊള്ളാകുന്നവനാക്കി മാറ്റുവാനാണ് ഞാൻ കടന്നു വന്നത്. വാക്യം കൂടെ വായിച്ചാണ് പിന്നെയും അടുത്തൊരു ഉപമയും കൂടെ സ്വർഗ്ഗം പറയുകയാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് 11-ാം വാക്യം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട്, അപ്പ നിന്റെ സാമ്പത്തികമായിരിക്കുന്ന ധനത്തിൽ നിന്ന് എനിക്ക് കിട്ടുവാനുള്ളത്, എനിക്ക് വരാനുള്ളത്, എനിക്ക് ആ പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പൻ നല്ല മനുഷ്യൻ, അപ്പൻ നല്ല അപ്പൻ. അല്ലെങ്കിൽ ആ അപ്പൻ എന്ത് ചെയ്തു? 2 മക്കൾക്കും അതേതായിരിക്കുന്ന വിഹിതം പകുത്ത് കൊടുത്തു. അടുത്തതോ, ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. നല്ല കുടുംബത്തിനകത്തളങ്ങളിൽ പിറന്നവൻ, അല്ലെങ്കിൽ നല്ല അപ്പന്റെ മകൻ, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായ നിലവാരത്തിൽ ആയിരുന്നവൻ ഇപ്പോൾ അല്ലെങ്കിൽ അപ്പനോട് കാലിൽ പിണങ്ങി, അപ്പനോട് കയർത്ത് കിട്ടുവാനുള്ളതായിരിക്കുന്ന വിഹിതം അപ്പന്റെ കരകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ ദൂര സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പൻ കൊടുത്ത നന്മ, അപ്പൻ സന്തോഷത്തോടെ കൊടുത്ത നന്മ അവൻ ദൂര സ്ഥലത്ത്, അവൻ ദൂരദേശത്ത് ചെന്ന് അത് നാനാവിധമാക്കി കളയുവാൻ ഇടയായി തീർന്നു. എല്ലാം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടാകുവാനിടയായി തീർന്നു. അവന് മുട്ടുവന്നു തുടങ്ങുവാൻ ഇടയായി തീർന്നു. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തന്റെ അടുക്കൽ അവൻ ചെന്നു. അവൻ അവനോട് ചോദിക്കുകയാണ്, എനിക്ക് വിശപ്പുണ്ട്, എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരാൻ പറ്റുമോ എന്ന് ആ പ്രമാണിയായിരിക്കുന്ന, ആ പൗരനായിരിക്കുന്ന, ആ ദേശത്ത് പാർക്കുന്ന ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഇവിടെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, പിന്നെ ഒരു ജോലി നിനക്ക് തരാം, നീ വയലിലേക്ക് ചെല്ലണം, അവിടെ ഒരു വലിയ പന്നിക്കൂട്ടം എനിക്കുണ്ട്, ഹല്ലേലൂയ, അതിനെ മേയിക്കാൻ ഹല്ലേലൂയ ഒരു ആളെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിനക്ക് ആ ഒരു ജോലി ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. തിരിഞ്ഞൊന്ന് ചിന്തിക്കണേ, ഒന്നിനും കുറവില്ലാത്തവൻ, ഹല്ലേലൂയ, അപ്പന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഒരുപാട് ഹല്ലേലൂയ 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 ജോലിക്കാരുള്ള ഒരു വലിയ കുടുംബത്തിനകത്തളങ്ങളിൽ പിറന്നവൻ, ഹല്ലേലൂയ, എപ്പോഴും സന്തോഷിച്ചു നടന്നവൻ, ഹല്ലേലൂയ, എപ്പോഴും പോക്കറ്റിൽ അല്ലെങ്കിൽ ധനമുള്ളവൻ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ നിൽക്കുന്നത് ഒരു ദൂര ദേശത്താണ്.
ഹല്ലേലൂയ, ഇപ്പോൾ അവൻ നിൽക്കുന്നത് അവന്റെ അപ്പന്റെ കൂടെയല്ല. ഇപ്പോൾ അവൻ നിൽക്കുന്നത് ആ ദേശത്തെ ഒരു അവൻ പൗരന്റെ അടുക്കലാണ്. പോരാ, ഇപ്പോൾ അവൻ നിൽക്കുന്നത് അവന്റെ അല്ലെങ്കിൽ ഭവനത്തിനകത്തളങ്ങളിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വീകരണ മുറിക്കകത്തളങ്ങളിൽ, ശോഭയ്ക്കകത്തളങ്ങളിലല്ല അവൻ ഇരിക്കുന്നത്. ഇപ്പോൾ അവൻ നിൽക്കുന്നത് അവൻ വയലിലാണ്. ഇപ്പോൾ അവൻ നിൽക്കുന്നത് പന്നികളുടെ ഇടയിലാണ്. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്നെ അവൻ ഹല്ലേലൂയ നല്ല സാരം നിലവാരത്തിൽ ആയിരുന്ന നിന്നെ അന്ധകാര ശക്തി പിടിച്ച് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ തകർച്ചകളെ കൊണ്ടുവന്ന് അവൻ നിന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ മുടിച്ചു കളഞ്ഞ് അവൻ ദൂരദേശത്തേക്ക് നിന്നെ തള്ളിവിട്ട മറ്റൊരുത്തന്റെ അടിമയായി നീ ഇപ്പോൾ നിൽക്കുകയാണ്. അവൻ ഹല്ലേലൂയ നോക്കുകയാണ്. ഹല്ലേലൂയ, എന്റെ അപ്പന്റെ ഭവനത്തിനകത്തളങ്ങളിൽ അവൻ എനിക്ക് ആവശ്യമനുസരിച്ച് ആഹാരമായിരുന്നു. 3 നേരത്തിന് 4 നേരം എനിക്ക് കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നു. അവൻ ഞാൻ കളയുന്ന വേസ്റ്റ് അവൻ ഇപ്പോൾ എന്റെ കരത്തിൽ കിട്ടിയായിരുന്നെങ്കിൽ അതെനിക്ക് കഴിക്കാമായിരുന്നു എന്നുള്ള ചിന്ത ഇപ്പോൾ അവന്റെ അകത്തളങ്ങളിൽ വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ അവൻ നിൽക്കുന്നത് അവൻ വയലിൽ അവൻ മറ്റൊരുവന്റെ അവൻ ഹല്ലേലൂയ പന്നികളെ മേയിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ മുഷിഞ്ഞ വസ്ത്രവുമായി ഹല്ലേലൂയ വയലിൽ അവൻ വയറ്റിൽ ഒന്നുമില്ലാത്തവനായി, വിശപ്പുള്ളവനായി, ദാഹമുള്ളവനായി വയലിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വയറ് നിൽക്കുവാൻ ആഗ്രഹപ്പെട്ടുകൊണ്ട് എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു. ഹല്ലേലൂയ, ധനസമ്പന്നനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഒന്നിനും കുറവില്ലാതിരുന്നവൻ, അല്ലെങ്കിൽ അപ്പന്റെ ജോലിക്കാരെ അവൻ നിയന്ത്രിച്ചവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഭാരവിൽ യേശുക്കകത്തളങ്ങൾ സുഖിച്ചു കിടന്നവൻ അവൻ ഇപ്പോൾ ഹല്ലേലൂയ വയലിൽ നിന്നുകൊണ്ട് അവൻ സൂര്യയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒന്നുമില്ലാത്തവനായി നിന്നുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ പറയുന്ന ഒരു കാര്യമാണ്. അവന്റെ അപ്പന്റെ ഭവനത്തെ അവനൊന്ന് ഓർക്കുകയാണ്. ഒരു മാനസാന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, അവന്റെ അകത്തളങ്ങളിലേക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ഹല്ലേലൂയ ഒന്നിനും കുറവില്ലാത്തവൻ, ഹല്ലേലൂയ അവനെ സ്നേഹിച്ചവനെ വാത്സല്യച്ച് നടത്തിയവൻ, ഹല്ലേലൂയ അവനെ വിട്ടിട്ട് ഹല്ലേലൂയ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആമേൻ ഹല്ലേലൂയ വെറുക്കൂത്തിന്റെയും പുറകിൽ പോയിട്ട് ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ ആമേൻ ലക്ഷ്യങ്ങൾ തെറ്റി അവൻ ജീവിതത്തിന്റെ അവസ്ഥകളെ ഹല്ലേലൂയ പകിടം പറഞ്ഞുകൊണ്ട് അവൻ ഇനിയും എനിക്ക് മരിച്ചാൽ മതി, ഇനിയും എനിക്ക് ജീവിക്കുവാൻ നിവർത്തിയില്ല, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഹല്ലേലൂയ നിഷ്ഫലമായി നിന്നുകൊണ്ട് അവൻ പറയുന്ന വാക്കാണ്, എന്റെ അപ്പന്റെ വീട്ടിലേക്ക്. ആമേൻ ആമേൻ. ഒരു മാനസാന്തരം അവനുണ്ടാകുകയാണ്. ഒരു മാനസാന്തരം അവനുണ്ടാകുകയാണ്. ഹല്ലേലൂയ. മാനസാന്തരം അവന്റെ അകത്തളങ്ങളിൽ വന്നപ്പോൾ അവൻ പറയുന്ന വാക്കാണ് അടുത്തത്. പെട്ടെന്ന് വായിച്ചാട്ടെ. ഞാൻ അവൻ സ്വയം പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് ഞാൻ അപ്പന്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഇനിയും നിന്റെ മകൻ എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല.
പോലെ ഹല്ലേലൂയ. നിന്റെ കൂലിക്കാരങ്ങൾ ഒരുവരെ പോലെ ഒന്ന് കാണണമേ എന്ന് അവൻ സ്വയം ഹൃദയത്തിൽ പറയുകയാണ്. ആമേൻ. ഞാൻ ചെന്ന് എന്റെ അപ്പന്റെ അടുക്കിലേക്ക് പറയും, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലും, ഹല്ലേലൂയ എന്ന് സ്വയം അവൻ പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ അകത്തളങ്ങളിൽ ഒരു മനുഷ്യന് മാനസാന്തരം വന്നാൽ, അകത്തളങ്ങളിൽ ഒരു ഉൾവിളി വന്നാൽ അവനെ അതിൽ നിന്ന് പിന്നെ പിന്മാറ്റാൻ പറ്റത്തില്ല. അവനെ അതിൽ നിന്ന് ഒരു ശത്രുവിൽ പുറത്തോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒരിക്കൽ അവരെ ശത്രു പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ഒരിക്കൽ അവൻ നന്മയുടെ സ്ഥാനത്ത് നിന്നവരെ, അവൻ സന്തോഷം അനുഭവിച്ചവരെ ശത്രു അവരെ വലിച്ച് ഹല്ലേലൂയ ഇറക്കി ഈ പട്ടണത്തിൽ കൊണ്ടുവന്നവരാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിനകത്തങ്ങൾ ഒരു മാനസാന്തരം വരികയാണ്. ഹൃദയത്തിനകത്തങ്ങൾ തമ്പുരാനൊരു മാനസാന്തരം എടുക്കുകയാണ്. മടങ്ങി എന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. അടുത്തത് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അപ്പന്റെ അടുക്കിലേക്ക് അവൻ പോകുകയാണ്. ദൂരത്ത് നിന്ന് തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. ഹല്ലേലൂയ, വളരെ എന്നെ ഹല്ലേലൂയ ചിന്തിപ്പിച്ചത്. ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയതിനെ ഹല്ലേലൂയ നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ പുറപ്പെട്ടു പോയപ്പോൾ മുതൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, അവൻ നിന്റെ തലമുറ ചിലപ്പോൾ നിന്നിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരിക്കും. നീ പറയുന്ന രീതിയിൽ നിന്റെ തലമുറ വരുന്നില്ലായിരിക്കും. അവൻ നിന്റെ പ്രിയപ്പെട്ടവർ വരുന്നില്ലായിരിക്കും. അവൻ നല്ലൊരു നീ വിട്ടുകളയരുത്. അവൻ നീ മൗനമായിരിക്കരുത്. അവൻ നീ പ്രാർത്ഥിച്ചോണം. അവൻ നീ ഉപവസിച്ചോണം. അവൻ നീ കഠിനോട് ഇടപെടിച്ചോണം. ഹല്ലേലൂയ. ഇവിടെ അവൻ പുറപ്പെട്ടു പോയ അന്നു മുതൽ അപ്പൻ നോക്കിയിരിക്കുകയാണ്. എന്റെ മകൻ മടങ്ങി വരും. എന്റെ മകൻ ഹല്ലേലൂയ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്റെ യാതനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്റെ മകനെ എന്റെ തമ്പുരാൻ എന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരുന്നുമല്ല, ഒരു ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഒരു അപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തമ്പുരാൻ മടക്കിക്കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. മടക്കിക്കൊണ്ടുവരുമ്പോൾ അവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ തന്റെ ഭവനത്തിനകത്തളങ്ങളിൽ കിളിവാതിലുകളെ തുറന്നിട്ടുകൊണ്ട് ആ ഹല്ലേലൂയ അപ്പൻ നോക്കിയിരിക്കുകയാണ്. എന്ന് വരും, എപ്പോൾ വരും, ഏത് നിമിഷം വരും, അവൻ ഇന്ന് വരും, നാളെ വരും, അമേൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് എന്റെ മകൻ വരും വരും വരുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പോടെ ഇരിക്കുന്ന ഒരു അപ്പൻ. അതാ വരുന്നു മകൻ. ഹല്ലേലൂയ. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതാണ്. അവൻ മ്ലേച്ഛതയിൽ ജീവിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അവൻ പാപിയായി ജീവിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ തലമുറ എനിക്ക് മടക്കി കിട്ടണം. ഹല്ലേലൂയ. എന്റെ തലമുറ എനിക്ക് മടക്കി കിട്ടണം. ആമേൻ. ഹല്ലേലൂയ. ആ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച പിതാവ് ആ തലമുറ മടങ്ങി വരുമ്പോൾ ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് അവന് ചുംബനം കൊടുക്കുന്ന ഒരു അപ്പനെ. അതാണ് ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്ന എന്റെ അപ്പൻ. ഇന്ന് രാത്രികാലം ഞാൻ ഉയർത്തി കാണിക്കുന്ന എന്റെ അപ്പൻ. അതൊരു ആ അപ്പനെയാണ് ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്നത്. ആ അപ്പനെയാണ് ഇന്ന് രാത്രികാലം ഞാൻ ഉയർത്തി കാണിക്കുന്നത്. ആ അപ്പനാണ് നസറേയനായ എന്റെ യേശു തമ്പുരാൻ. ഹല്ലേലൂയ. ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അടുത്തതാണ് മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ തന്റെ
തന്റെ ദാസന്മാരോട് അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് നീ വിചാരിച്ചു കുഞ്ഞെ, നീ വിചാരിച്ചു എന്നിൽ നിന്ന് നീ പുറപ്പെട്ടു പോയപ്പോൾ, എന്നിൽ നിന്ന് നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ, എന്റെ കരത്തിൽ നിന്ന് നീ വിടിവിച്ചു എങ്ങോ ഓടി മാറിയപ്പോൾ, മറഞ്ഞു മാറിയപ്പോൾ നീ വിചാരിച്ച് നിന്നെ കരുതുന്നവനല്ല എന്ന്, നിന്നെ കരുതുന്നവനല്ല എന്ന് നീ പോയപ്പോൾ തന്നെ അവൻ നിനക്ക് വേണ്ടി ഞാനൊരു കുപ്പായം കൂടെ മേടിച്ചു വെച്ചിരിക്കുകയാ. അവൻ ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന, അവൻ എന്റെ ജോലിക്കാരോട്, അവൻ എന്റെ ഭവനത്തിനകത്തളങ്ങളിൽ നിൽക്കുന്ന അവൻ സേവകരോട് ഞാൻ പറഞ്ഞു, എന്റെ മകന് അവൻ മടങ്ങി വരും. അവന് അളവ് എനിക്കറിയാം. അവന്റെ ഷർട്ടിന്റെ, അവന്റെ കുപ്പായത്തിന്റെ അളവ് എനിക്ക് നന്നായി അറിയാം. കാരണം ഞാൻ അവന്റെ അപ്പനാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞു മടങ്ങി വരും. അതുകൊണ്ട് ഒരു കുപ്പായം ഞാൻ മേടിക്കുകയാ. ജീസസ് ഹല്ലേലൂയ. അടുത്തതോ അവൻ അപ്പൻ പറയുകയാണ്, ഞാൻ അന്ന് മേടിച്ചു വെച്ച അങ്കി ഉണ്ടല്ലോ, വേഗം അതെടുത്തു കൊണ്ടുവാ, വേഗം അതെടുത്തു കൊണ്ടുവാ. ഹല്ലേലൂയ. അഴുക്കായി കിടന്നവനെ, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ട് കിടന്നവനെ, അവൻ പരിഹസിക്കപ്പെട്ട് കിടന്നവനെ, പാപിയായി കിടന്നവനെ, ഹല്ലേലൂയ, അവൻ മേൽത്തരമായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവൻ മേൽത്തരമായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ അങ്കി നിങ്ങൾ കൊണ്ടുവരുവീൻ. ആമേൻ. ഓ ജീസസ് ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, ഇവൻ പോയപ്പോൾ തന്നെ അവൻ ഞാൻ ഇവൻ ആവശ്യമുള്ളതായ ഹല്ലേലൂയ അവൻ മോതിരം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അവൻ എനിക്കറിയാം എന്റെ കുഞ്ഞ് മടങ്ങി വരും. എനിക്കറിയാം ഇവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇവൻ മടങ്ങി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവന്റെ കൈക്കിണങ്ങുന്നതായിരിക്കുന്ന നല്ല ഭംഗിയുള്ള മോതിരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോയി അതെടുത്തു കൊണ്ടുവാ. ഹല്ലേലൂയ. അവന് ഭാഗമാകുന്ന ചെരുപ്പ് വരെ ഞാൻ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയവനെ കൊടുക്കാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോരാ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തത് അപ്പം പറയുകയാണ്, പോലെ ഇതൊന്നും കൊടുത്താൽ എനിക്ക് മതിയാവത്തില്ല, ഇതൊന്നും കൊടുത്താൽ എനിക്ക് തൃപ്തി വരത്തില്ല, ഇതൊന്നും കൊടുത്താൽ എനിക്ക് സന്തോഷം അവൻ മതിയാവത്തില്ല. കാരണം അവൻ ഹല്ലേലൂയ അവൻ നഷ്ടപ്പെട്ടു പോയവനാണ്. എനിക്ക് അവനെ മടക്കി കിട്ടി, അവനെ തിരികെ കിട്ടി. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചില്ല ഹല്ലേലൂയ അവൻ മടങ്ങി അവൻ സുബോധമുള്ളവനായി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അവൻ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ സുബോധമുള്ളവനായി മടങ്ങി വരാനിടയായി തീർന്നു. രാത്രിക്കാലത്തുള്ളേ പ്രാർത്ഥിച്ചു. അവൻ നിന്റെ ഹല്ലേലൂയ തലമുറയോ നിന്റെ പ്രിയപ്പെട്ടവരോ നിന്റെ ചാർച്ചക്കാരോ ആരെങ്കിലും ഒക്കെ അവൻ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ബോധങ്ങളിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു, തമ്പുരാൻ നിനക്ക് മടക്കി തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. പിന്നെ അപ്പൻ പറയുകയാണ്, പോരാ, തടിപ്പിച്ചതായ അല്ലെങ്കിൽ തടിച്ചു കൊഴുത്തതായ ആമേൻ ഹല്ലേലൂയ കാളക്കുട്ടിയെ നിങ്ങൾ കൊണ്ടുവരുവീൻ. രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ അപ്പൻ പറയുകയാണ്, ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയിരുന്നു അവൻ മടക്കി കിട്ടി. ഹല്ലേലൂയ മടക്കി കിട്ടിയെങ്കിൽ ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കാനല്ല, മടക്കി കിട്ടിയതിനെ കിട്ടുമ്പോൾ നീ ചെയ്യണം, സന്തോഷിക്കാനിടയായി തീരണം. മടക്കി കിട്ടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോലെ മടക്കി കിട്ടുമ്പോൾ അവൻ നീ ആനന്ദിക്കാനിടയായി തീരണം, നീ തുള്ളിച്ചാടാനിടയായി തീരണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയിരുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോയവരാണ്. ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ വിദ്യാമൂർത്തികളുടെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയവരാണ്. തിരികെ നമ്മുടെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിൽ ആക്കുവാനുള്ള സമയമാണ്, നൃത്തം ചെയ്യുവാനുള്ള സമയമാണ്.
ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. ദുർബലത്തവനോട്, ആമേൻ, കുറ്റം പറഞ്ഞവനോട്, ആമേൻ, നിന്ദാവാക്ക് പറഞ്ഞവനോട് ഹല്ലേലൂയ തമ്പുരാൻ പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തിരികെ വരുമ്പോൾ ഹല്ലേലൂയ അവൻ അണിയിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, സാധാരണ കുപ്പായമല്ല, അവനെ അണിയിക്കുന്നത് അതിമേൽത്തരമായിരിക്കുന്നത്. ഹല്ലേലൂയ, അവനെ അണിയിക്കുന്നത് വരവ് മോതിരമല്ല, അവനെ അണിയിക്കുന്നത് മോതിരമാണ്. ഹല്ലേലൂയ, അവന് വേണ്ടി അവൻ സാധാരണ ഒരു മൃഗത്തിന്റെ ഇറച്ചിയല്ല അവന് വേണ്ടി കരുതുന്നത്, തടിച്ചതായിരിക്കുന്ന മൃഗത്തിന്റെ മാംസത്തെ അവന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഹല്ലേലൂയ, പരീശന്മാർ കുറ്റം പറഞ്ഞപ്പോൾ, അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ പരിഹസിച്ചപ്പോൾ തമ്പുരാൻ ഗുണങ്ങളോടെ അതിന് അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, മടക്കിക്കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, മേൽത്തരമായിരിക്കുന്ന നിലവാരങ്ങളിൽ നിന്നെ കരം പിടിച്ചുയർത്തുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഹല്ലേലൂയ മോതിരങ്ങളെ അണിയിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി നൃത്തക്കാരെയും സംഗീതക്കാരെയും വിളിച്ചുകൂട്ടി നിനക്ക് വേണ്ടി വലിയൊരു ആഘോഷത്തെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് രാത്രികാലം സന്തോഷിക്കാൻ കഴിയും? എത്ര പേർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ, എന്റെ അപ്പന്റെ ഭവനത്തിൽ നൃത്തമുണ്ട്, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഹല്ലേലൂയ പാട്ടുണ്ട്, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഹല്ലേലൂയ സന്തോഷമുണ്ട്, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഹല്ലേലൂയ നൃത്ത സംഗീതമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് രാത്രികാലം നഷ്ടപ്പെട്ടു പോയവരെ സ്വർഗ്ഗം മടക്കിക്കൊണ്ടുവരുവാൻ ഇന്ന് രാത്രികാലം ഒരുമിച്ച് ഈ ഐക്യ കൂട്ടായ്മയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാട്ടെ. ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. തമ്പുരാനെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി പുതിയനായ ഊത്തുപുത്രനായ വിളച്ചതീ പോയവരെ മടക്കി കൊണ്ടുവന്നത് പോലെ അനേക കുടുംബങ്ങളെ സ്വർഗ്ഗം അനേകരെ മടക്കി കൊണ്ടുവരുന്നത്. രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം വധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രാത്രികാലം നമ്മുടെ മധ്യരായിരിക്കുന്ന സുഖസൃഷ്ടി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രികാലം അല്പസമയമേ അവർ നമ്മളുടെ കൂടെ ആയിരുന്നുള്ളൂ എങ്കിലും അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി രാത്രികാലം മധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഒരു വലിയ സന്തോഷം, വലിയ ആർപ്പിന്റെ വിളി, അല്ലെങ്കിൽ വലിയ നൃത്തത്തിന്റെ അല്ലെങ്കിൽ ഘോഷം ഭവനത്തിനകത്തുള്ള ഉയരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല. അവൻ പാപത്തിന്റെ വഴികളിൽ നിന്ന് നമ്മളെ മടക്കിക്കൊണ്ടുവന്നത് അവൻ നൃത്തത്തോടെ അവരെ ആരാധിക്കാനുള്ളവരാണ്. ഹല്ലേലൂയ. സംഗീതത്തോടെ അവരെ മഹത്വപ്പെടുത്തുവാനുള്ളവരാണ്. രാത്രികാല ദൈവകരം